ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ വരട്ടിയതാണ്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ ചെമ്മീൻ വരട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ 1 കിലോ പ്രോൺസ് നന്നായി ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല ഇവിടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റിന് വയ്ക്കാം. ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ പ്രോൺസ് ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഇവിടെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു അരിപ്പയിലേക്ക് കോരി മാറ്റാം. നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചൂലിനായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു 5 വറ്റലമുളക് ചേർത്ത് കൊടുക്കാം. അല്പം ചെറിയുള്ളി 2ആയി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 3 സവോള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി നന്നായി സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സവോളയൊക്കെ ഇവിടെ നന്നായി വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 തക്കാളി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവോളയും തക്കാളിയൊക്കെ ഇവിടെ നന്നായി വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായി സോട്ട് ചെയ്തെടുക്കാം. മസാലയൊക്കെ ഇവിടെ നന്നായി സോട്ടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കാം.
നമുക്കിതിലേക്ക് ഒരല്പം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു പീസ് ലൈമും കൂടി പിഴിഞ്ഞ് ചേർക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ വരട്ടിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ വരട്ടിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.